പോളച്ചിറക്കിൽ സ്കൂള് യഥാർത്ഥത്തിൽ വനമേഖലയിലുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വന നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വിദ്യാലയം ആരംഭിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്ത ഭൂമിയാണത്. അതിൽ പൂത്തുണ്ട് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉടമസ്ഥൻ്റെ പേരിലാണ്, അവരാണ് തോമസ് പി കോശി ഒറ്റന്ത പേരാണ്, അവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത്. അന്ന് 21,000-ലധികം വരുന്ന ജനസംഖ്യയും ഈ സ്കൂൾ നിറയെ കുട്ടികളുമായിരുന്നു. സ്വാഭാവികമായിട്ടും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും ആ കാലഘട്ടത്തിൽ അവിടെ കഴിഞ്ഞിരുന്നു. പിന്നീട് ഈ കാലാവധി കഴിയുന്ന തോട്ടം ഏറ്റെടുക്കുന്നതോടുകൂടി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും പലരും അതിൽ നിന്ന് താഴേക്കിറങ്ങുക എന്ന് പറഞ്ഞാൽ നെന്മാറയിലും മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റ് തൊഴിൽ തേടി പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നപ്പോൾ കുട്ടികളുടെ എണ്ണത്തിലും വളരെ കുറവുണ്ടായി. ആ വിദ്യാഭ്യാസ സ്ഥാപനം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഇതിനിടയിൽ ആ പഴയ ഉടമസ്ഥൻ മറ്റാർക്കോ കൈമാറ്റം ചെയ്തിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നത് ഒരു മറിയം അങ്ങനെ എന്തോ സ്ത്രീയുടെ പേരിലായിരുന്നു. അവരുടെ അവകാശത്തിലുണ്ടാകുമ്പോൾ തന്നെ അവരുടെ സഹോദരൻ ഇതിനകത്ത് നടത്തിയിട്ടുള്ളൊരു വലിയ കളിയുണ്ട്. ആ കളിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റേതാണ് എന്ന് വരുത്താനുള്ള ശ്രമം നടത്തി. മറ്റെന്തൊക്കെയോ അതിനകത്ത് നടന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരിക്കലും ഒരു കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല, വിൽപ്പന നടത്താൻ പാടില്ല. എന്നാൽ മറ്റ് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നത് ഏതൊരു സ്ഥാപനമാണ്, അവർ ഈ സ്കൂൾ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ വന്നു. അവർ നല്ല കെട്ടിടങ്ങൾ അവിടെ പണിതു, നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ അവർക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് വലിയ ലാഭമൊന്നും കിട്ടില്ലെന്ന് മനസ്സിലായി. കാരണം അധ്യാപക നിയമനത്തിലാണല്ലോ ഇവർ കൊള്ള നടത്തുന്നത്. സ്വാഭാവികമായിട്ട് അത്തരമൊരു ലാഭം കിട്ടില്ല എന്ന സാഹചര്യം വന്നപ്പോൾ അവരതിനെ കൈമാറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ അവരിൽ നിന്ന് അനുവാദം വേണം. ഒരിക്കലും അവരൊരു അനുവാദം ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഇത് നാട്ടിലെല്ലാവർക്കും അറിയാം. ഇടക്കാലത്ത് പഴയ ഉടമസ്ഥൻ ഇപ്പോൾ വാങ്ങിച്ചു എന്ന് പറയുന്നവരിൻ്റെ തൊട്ട് മുമ്പുള്ള ഉടമസ്ഥന്മാർ കൈകാര്യം ചെയ്യുമ്പോഴാണ് പൊട്ടിപ്പൊളിഞ്ഞ് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാതെ ആ ഷീറ്റ് മേഞ്ഞത് എല്ലാം പൊളിഞ്ഞ് തകരാറിലായപ്പോൾ അന്ന് അവിടുത്തെ പഞ്ചായത്ത് നേതൃത്വപരമായി നിന്ന് PTA-യും മറ്റു ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് സമരവും പ്രക്ഷോഭമൊക്കെ ആയി. അങ്ങനെയാണ് അന്ന് ഞങ്ങൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ആ പരിമിതമായ സൗകര്യത്തിലിരുത്തി പഠിപ്പിച്ച് 100% SSLC റിസൾട്ട് ഉണ്ടാക്കാൻ അന്നും കഴിഞ്ഞു. ഇപ്പോഴും 100% റിസൾട്ട്. കുട്ടികൾക്ക് പഠിക്കാനും താല്പര്യമുണ്ട്. താഴെ ഇറങ്ങി വന്ന് നെന്മാറയിലേക്ക് 30 കിലോമീറ്ററും അതിൽ ഉൾപ്രദേശത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ 35-40 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇങ്ങനെയൊരു സ്ഥാപനം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ. എന്നാൽ ഇത് ഒരു സാമ്പത്തിക സ്ഥാപനമാക്കി മാറ്റാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. അത് അവരുടെ ധനമോഹമാണ്, സാമ്പത്തിക മോഹമാണ് ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ആ സ്ഥാപനം നിലനിൽക്കണമെന്നാണ്. ഇക്കണക്കിനാണ് പോകുന്നതെങ്കിൽ ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ പേരിൽ പലരും ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുമ്പോൾ ഫോറസ്റ്റ് അനുവദിച്ചാൽ മാത്രമേ അവർക്കത് കഴിയും. അതല്ലാത്ത പക്ഷം നിലവിലുള്ള അധ്യാപകരുടെയും നോൺ ടീച്ചിങ്ങിൻ്റെയും വിദ്യാർത്ഥികളുടെയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന ഗവൺമെൻറ് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റെടുത്ത് നല്ല നിലയിലേക്ക് നടത്തിക്കൊണ്ടുപോകണം എന്ന PTA കമ്മിറ്റിയുടെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുകയാണ്. ഞാൻ അതിനാവശ്യമായ രൂപത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് തലത്തിൽ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കത്ത് കൊടുക്കും. ഇനി ഇത് മര്യാദയ്ക്ക് നിങ്ങൾ നടത്തിക്കൊണ്ടുപോയില്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വെച്ച് പന്താടാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പിന് ആരാണോ നടത്തിപ്പുകാർ എന്നതാണ് അവർ നോക്കുന്നത്. ആരുടെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ എന്ന് തെളിയിക്കപ്പെടാനുള്ള ഒരു സർട്ടിഫിക്കറ്റും ഇന്നത്തെ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൈവശ രേഖയൊന്നും കിട്ടില്ല. പക്ഷേ നമ്പർ ഇട്ട് കൊടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഇന്നയാൾ നടത്തുന്നു എന്ന രേഖയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ രേഖയുണ്ടാക്കിയിട്ട് മാനേജ്മെൻറ്റ് എന്ന നിലയിലുള്ള പ്രക്രിയ നടത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നീട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ഞാൻ അവരോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ തന്നെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അടിയന്തരമായി ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടലാണ് വേണ്ടത്.
അതിനിടപെടാൻ തക്ക രൂപത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കും. അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നെല്ലിയാമ്പതി താമസിക്കുന്ന ആളുകൾക്ക് ആർക്കും ഒരു തുണ്ട് കൈവശ ഭൂമിയില്ല. ഈ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നപ്പോഴാണ് വനാവകാശ നിയമപ്രകാരം അന്ന് ഡോക്ടർ മുരളി കൃഷ്ണ കഴിഞ്ഞ കളക്ടർ അദ്ദേഹം ഇടപെട്ട് ആ ഫാമിൽ നിന്ന് 152 പേർക്ക് വനാവകാശ നിയമപ്രകാരം ഒരേക്കർ ഭൂമി വീതം പതിച്ചു കൊടുത്ത് അവിടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കൊണ്ട് കുടിയിരുത്തി അവർക്ക് ഈ ഗവൺമെൻറ് ഇപ്പോൾ അവർക്ക് വേണ്ട വീടുകൾ വെച്ച് കൊടുക്കുന്ന അതാണ് അവരുടെ അവകാശം. ബാക്കിയെല്ലാം ഭൂമിക്ക് അവകാശം സ്ഥാപിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ചില ആളുകൾക്ക് കൈവശത്തിലുണ്ട്, അതൊക്കെ കുറച്ചാണ്. ഇനി 52 പേർക്ക് കൂടെ ഇത്തരത്തിലുള്ള ഭൂമിക്ക് അവകാശം സ്ഥാപിച്ചു കൊടുക്കാൻ ഫോറസ്റ്റിൻ്റെ പോർട്ടുണ്ടല്ലോ, ഈ പോർട്ടൽ പരിവേഷ്, അത് മുഖാന്തരം ജില്ലാ കളക്ടർ മുഖാന്തരം അയച്ചു കൊടുത്ത് അവർക്ക് അവകാശം ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഏതെങ്കിലും ഒരു പരിവേഷ് മുഖാന്തരം അനുവദിച്ചു കൊടുക്കപ്പെട്ട ഭൂമിയാണ് ഇത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. കാരണം വനമേഖലയ്ക്ക് അകത്തുള്ള ലീസ് ലാൻഡാണ് നെല്ലിയാമ്പതി, തോട്ടം മേഖലയാണ്. ആ തോട്ടം സംരക്ഷിക്കപ്പെടണം, തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിദ്യാഭ്യാസം നടക്കണം. അതിനാവശ്യമായി ഈ സ്കൂള് നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ ഇടപെടിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ